നമസ്കാരം. എക്സാം പോയിന്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള പ്രിയദർശനമാണ് പഠിക്കുന്നത്. ഇത് എൻ കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ കുറച്ചു ഭാഗമാണ്. നമ്മൾ ഈ പാഠഭാഗം എല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എക്സാം പോയിന്റിന്റെ ഗൈഡിനെ ആസ്പദമാക്കിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. വളരെ എളുപ്പമുള്ള ഒരു പാഠഭാഗമാണ്, നല്ലൊരു കവിതയാണ്, ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു കവിതയാണ്. ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുക്കുക, ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാഠഭാഗത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയുകയാണ്, പ്രിയദർശനം. എഴുതിയിരിക്കുന്നത് എൻ കുമാരനാശാൻ. മലയാള കവിതയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളിലൊന്നാണ് കവിത്രയം. ത്രയം എന്നാൽ 3. കവിത്രയം 2ആയി തിരിച്ചിരിക്കുന്നു: പ്രാചീന കവിത്രയവും ആധുനിക കവിത്രയവും. നിങ്ങൾക്കറിയാം എല്ലാവർക്കും പ്രാചീന കവിത്രയം 3 പേർ. ആരൊക്കെയാണത്? തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി നമ്പൂതിരി. രണ്ടാമത്തേത് ആധുനിക കവിത്രയമാണ്. ആധുനിക കവിത്രയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കവികൾ എന്ന് പറയുന്നത് കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. നമ്മൾ എളുപ്പത്തിന് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിങ്ങനെയാണ് പഠിച്ചു പോരുന്നത്. വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരാണ്. അതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മലയാള കവിതയിൽ ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ശ്രീ കുമാരനാശാന്റെ ഒരു ഖണ്ഡകാവ്യമായിട്ടുള്ള നളിനിയിലെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്, പ്രിയദർശനം. മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം കിട്ടിയ വ്യക്തിയായിരുന്നു ശ്രീ കുമാരനാശാൻ. അത്രത്തോളം മികച്ച കൃതികളായിരുന്നു അദ്ദേഹത്തിന്റെ തൂലികയിൽ വിരിഞ്ഞത്. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവി കൂടിയായിരുന്നു ശ്രീ കുമാരനാശാൻ. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിൽ 1873 ഏപ്രിൽ 12-നായിരുന്നു ജനിച്ചത്. വളരെ ചെറുപ്പത്തിലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ രോഗപീഠകളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. SNDP എന്ന് പറഞ്ഞ സംഘടന ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചപ്പോൾ അതിനകത്ത് ആദ്യമായി ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചത് മറ്റാരുമായിരുന്നില്ല, കുമാരു എന്ന് ചെറുപ്പത്തിൽ വിശേഷിപ്പിച്ചിരുന്ന ശ്രീ കുമാരനാശാനായിരുന്നു. അദ്ദേഹത്തെ ആശയഗംഭീരൻ എന്നും അതുപോലെ തന്നെ സ്നേഹഗായകൻ എന്നും വിശേഷിപ്പിച്ചു പോരുന്നു. നളിനിയിൽ അദ്ദേഹം പാടിയതുപോലെ സ്നേഹമാണ് അഖിലസാരമൊഴിയിലെന്ന് അദ്ദേഹം തന്റെ ഓരോ കൃതികളിലും വിളിച്ചോതുന്നുണ്ട്. ഒട്ടനവധി കൃതികൾ അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. നളിനി, ലീല, കരുണ, ചണ്ടാല ഭിക്ഷുകി, വീണപൂവ്, ഒരു സിംഹപ്രസവം, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. 1924-ലായിരുന്നു അദ്ദേഹം അന്തരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെഡീമർ ബോട്ട് ദുരന്തം. അന്ന് അദ്ദേഹവും ആ ഒരു ദുരന്തത്തിൽ വീണു പോവുകയായിരുന്നു. മലയാളം കണ്ട ഏറ്റവും മികച്ച ഈ ഒരു കവിയുടെ പേരിൽ ഒട്ടനവധി അവാർഡുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വെയിൽസ് രാജകുമാരന്റെ അടുത്തുനിന്ന് പട്ടും വളയും ലഭിച്ചിട്ടുണ്ട്. മലയാളം കണ്ട ഏറ്റവും മികച്ച കവിയെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. 1911 ശ്രീ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യമാണ് നളിനി. 1907 അദ്ദേഹം രചിച്ച വീണപൂവിലൂടെ കേരളക്കരയാകെ അദ്ദേഹത്തിന്റെ പ്രശസ്തി ആകമാനം വ്യാപിച്ചിരുന്നു. അതേ തുടർന്ന് 4 വർഷത്തിന് ശേഷം എഴുതിയ നളിനിയും അദ്ദേഹത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരുന്നു. മലയാളത്തിലെ ഏറ്റവും മികച്ച ഖണ്ഡകാവ്യമായിട്ട് അല്ലെങ്കിൽ കുമാരനാശാന്റെ ഏറ്റവും മികച്ച കൃതിയായിട്ട് കണക്കാക്കുന്ന കൃതി കൂടിയാണ് നളിനി എന്ന് പറഞ്ഞ കൃതി. ഒരു സ്നേഹം എന്നുള്ള ഒരു പേര് കൂടി ഇതിനുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേര് നളിനി എന്നും ദിവാകരനും എന്നുമാണ്. നായികയായിട്ടുള്ള നളിനിയുടെ പേര് തന്നെയാണ് കുമാരനാശാൻ കൃതിക്കും കൊടുത്തിരിക്കുന്നത്. മലയാള കവിതയിൽ അല്ലെങ്കിൽ കുമാരനാശാന്റെ കവിതകളിൽ സ്ത്രീകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നളിനിയും ദിവാകരനും വളരെ ചെറുപ്പത്തിലെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞവരാണ്, സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്. കൗമാരകാലമായപ്പോഴേക്കും ദിവാകരൻ സന്യാസത്തിനായിട്ട് നാട് വിട്ടുപോകുന്നു. എന്നാൽ നളിനി ഇപ്പോഴും ദിവാകരനെ ഓർത്ത് കഴിയുകയാണ്. വലുതായി കഴിഞ്ഞപ്പോഴും ആ പ്രണയത്തിന് ഒട്ടും കുറവ് വരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവളുടെ കല്യാണം ആലോചിക്കാൻ തുടങ്ങിയാണ്. ആ കല്യാണം ആലോചിച്ച സമയത്ത് അവൾക്ക് വല്ലാതെ വിഷമം വന്ന് അവൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. ഇത് ഒരു സന്യാസി കാണുകയും അദ്ദേഹം അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ സന്യാസിയോടൊപ്പം 5 വർഷം ഒരു സന്യാസിനിയായി അവൾ മാറുകയാണ്.
അതിനുശേഷം ഒരിക്കൽ ഹിമാലയത്തിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് നളിനി ദിവാകരനെ കണ്ടുമുട്ടുന്നു. അതിനുശേഷമുള്ള കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. അവരുടെ പ്രണയം എത്ര വലുതാണ്, അല്ലെങ്കിൽ എത്രത്തോളം തീവ്രമായിരുന്നു നളിനിയുടെ സ്നേഹം എന്ന് നമുക്ക് ഈ വരികളിൽ തെളിഞ്ഞു കാണാനായിട്ട് കഴിയും. നമുക്ക് പരിചിതമില്ലാത്ത പുരുഷ സ്ത്രീ സ്നേഹത്തിന്റെ ഒരു കഥ കൂടി ഇവിടെ കുമാരനാശാൻ വരച്ചു ചേർക്കുന്നുണ്ട്. അന്യാദൃശ്യമായ സ്നേഹം പ്രധാന ഭാവമായിരിക്കുന്ന ഒരു ഖണ്ഡകാവ്യമാണ് നളിനി. അതിൽ ദിവാകരനെ ഒരുപാട് നാളത്തെ അലച്ചിലിനൊടുവിൽ നളിനി കണ്ടുമുട്ടുന്നു. അതേ തുടർന്നുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നളിനിയുടെ തീവ്ര പ്രണയം, അവൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ അവൾ പങ്കുവെക്കുകയാണ് ദിവാകരനോട്. നളിനിക്ക് യാതൊരു മാറ്റവുമില്ലായിരുന്നു. എന്നാൽ ദിവാകരൻ ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും ഒരു സന്യാസിയെ പോലെ തന്നെയായിരുന്നു അയാൾ പെരുമാറിയത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. കഷ്ടകാലം അഖിലം കഴിഞ്ഞുഹ ദിഷ്ടമി വടിവിയെന്നു വന്നപോൽ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. ഒരുപാട് നാളത്തെ അലച്ചിലിനൊടുവിൽ നളിനി ദിവാകരനെ കണ്ടുമുട്ടുന്നു. ആ സമയത്ത് പറയുന്ന കാര്യമാണ്, എൻ്റെ കഷ്ടകാലം മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു. ഭാഗ്യം ആൾ രൂപം എടുത്തു വന്ന പോലെ അങ്ങേ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. എൻ്റെ കഷ്ടകാലം മുഴുവൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും എൻ്റെ ഭാഗ്യകാലം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭാഗ്യരൂപമായിട്ടുള്ള താങ്കളെ എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് നളിനി ആദ്യമേ പറയുകയാണ്. അങ്ങേക്ക് പണ്ട് ഇഷ്ടമായിരുന്ന നളിനിയാണെന്ന് കൂടി അവൾ പറയുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. രണ്ടുപേർക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പൊ ആദ്യമേ തന്നെ ഒരു പരിചയപ്പെടുത്തലിന്റെ സ്വഭാവത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വരത്തിലാണ് അവൾ സംസാരിക്കുന്നത്. ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. അതാണ് പറയുന്നത്, അങ്ങേക്ക് ഒരുപാട് പണ്ടിഷ്ടമായിരുന്ന നളിനിയാണ് ഞാൻ, എന്നെ ഓർക്കുന്നുണ്ടോ എന്ന്. അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക വരികൾ. പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയം ഒരിക്കൽ ഈശ്വരൻ. ശ്രദ്ധിച്ചു വായിക്കാതെ, പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. അതായത് മരിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ കാൽപാദം ദർശിക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നാണ് നളിനി പറയുന്നത്. ഒരുപാട് നാളത്തെ അലച്ചിലാണ്. ഒരുപാട് നാളായിട്ട് അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് ഒരു നാൾ ദിവാകരനെ കാണണമെന്നായിരുന്നു. ആ ആഗ്രഹം അവൾക്ക് കഴിഞ്ഞിരിക്കുന്നു. കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ. അതായത് ഒരുപാട് പ്രാർത്ഥനയോടുകൂടി ഈശ്വരനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഈശ്വരൻ എന്നെങ്കിലും കേൾക്കുമെന്ന് ഇവിടെ നളിനി പറയുകയാണ്. നല്ല രീതിയിൽ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമെന്നും അതാണ് തനിക്കിപ്പോൾ ദിവാകരനെ കാണാൻ കഴിഞ്ഞതെന്നും നളിനി ഓർക്കുകയാണ്. സന്യസിച്ച അളവു മാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ. ധന്യയായി സപതി കാൺക മൂലം അങ്ങ് എന്നെ ഓർക്കിലും ഓർത്തിടായെങ്കിലും. അതായത് ഈ വരികളിൽ പറയുന്ന അർത്ഥം ഇതാണ്, അങ്ങ് സന്യാസിയാണെന്ന് എനിക്കറിയാം. ഞാനും കുറെ നാൾ, ഏകദേശം 5 വർഷത്തോളം സന്യാസിനിയായിട്ട് ജീവിച്ചതാണ്. അങ്ങ് എന്നെ എത്ര നാൾ ഓർത്തിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഇപ്പോൾ താങ്കൾ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങ് ഓർത്താലും ഇല്ലെങ്കിലും അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ധന്യയാണ്, സന്തോഷവതിയാണ്. എൻ്റെ ജീവിതം സഫലമായെന്നാണ് ഈ വരികളിൽ നളിനി ദിവാകരനോട് പറയുന്നത്. ഏവമോദി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ. ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഏവം ഇപ്രകാരം അവൾ പറയുന്ന സമയത്ത് അവളുടെ കണ്ണുനീർ ഇങ്ങനെ തുടങ്ങുകയാണ്. വല്ലാതെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾക്ക് സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. തൊണ്ട ഇടറാനായിട്ട് തുടങ്ങി. ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഭാവശാലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിച്ചവർ എന്നാണ് അർത്ഥം. സ്നേഹിച്ചവർ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളത്തെ പറ്റിയും അതുപോലെ തന്നെ സന്തോഷത്തെ പറ്റിയുമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന തീവ്രമായിട്ടുള്ള സ്നേഹം. അത്രയും അണപൊട്ടിയാണ് അവളുടെ സ്നേഹം ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് കണ്ണു നിറയുന്നതും അതുപോലെ തന്നെ വാക്കുകൾ കുഴങ്ങുന്നതും. അങ്ങനെ നളിനിയുടെ വാക്കുകൾ ഓരോന്നിങ്ങനെ ശ്രവിച്ചുകൊണ്ട് നിൽക്കുന്ന ദിവാകരൻ
നളിനിയെ മനസ്സിലാക്കുകയാണ്. ആ വരികൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയോടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. പ്രഭാതത്തിൽ മഞ്ഞിൻ കണമേറ്റ് വീഴുന്നതും പൂർണ്ണ ശോഭയോടെ വിരിഞ്ഞു നിൽക്കുന്നതുമായ പനിനീർപ്പൂ പോലെയായിരുന്നു അവളുടെ മുഖം എന്ന് പറയുന്നത്. ഇവിടെ കവി അവളുടെ മുഖത്തെ പനിനീർപ്പൂവായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. ആ പനിനീർപ്പൂവിൽ മഞ്ഞിൻ കണങ്ങൾ വീണിരിക്കുന്നു. പ്രഭാതത്തിൽ പനിനീർപ്പൂവ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചുവന്നു തുടുത്ത ഒരു അവസ്ഥ, ആ അവസ്ഥയായിരുന്നു അവളുടെ മുഖത്തിന്. അതായത് ആദ്യം തന്നെ ദിവാകരൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള ഒരു സങ്കടം. അതുമാത്രമല്ല, ഒരുപാട് നാൾക്ക് ശേഷമാണ് ദിവാകരനെ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് അവളുടെ മുഖമാകെ ചുവന്നു തുടുത്തിരുന്നു. മഞ്ഞുനീർ കണങ്ങൾ പോലെ അവളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നു. അതുകൊണ്ട് തന്നെയാണ് പനിനീർപ്പൂവെന്നുള്ള വിശേഷണം അവിടെ കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ യതിക്ക് അല്ലെങ്കിൽ ദിവാകരന്, സന്യാസിക്ക് അവളെ കൃത്യമായിട്ട് മനസ്സിലാവുകയാണ്. വളരെ കൗതുകത്തോടു കൂടി പഴയ കാര്യങ്ങൾ അയാൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ചുവന്നു തുടുത്ത മുഖമായി കണ്ണീരോടുകൂടി തൻ്റെ മുന്നിൽ നിൽക്കുന്ന നളിനിയെ ദിവാകരൻ തിരിച്ചറിഞ്ഞു. അതിനുശേഷം അദ്ദേഹം പഴയ കാര്യങ്ങളെല്ലാം തന്നെ കൗതുകത്തോടുകൂടി പറയുകയാണ്. ചാരു ശൈശവ കഥയ്ക്ക് യോജിച്ച രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തെ ആ ഒരു സംസാര രീതിക്ക് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അപ്പോഴും അദ്ദേഹം സന്യാസിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവളോട് പെരുമാറിയത്. പഴയ കാര്യങ്ങൾ വളരെ കൗതുകത്തോടുകൂടി കുട്ടിക്കാലത്തിന് യോജിച്ച രീതിയിൽ അയാൾ സംസാരിക്കുകയാണ്. പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. അദ്ദേഹം പറയുകയാണ്, പാരം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പരിചയമുള്ള നിന്റെ ഈ മധുരമായിട്ടുള്ള കണ്ഠവും നിന്റെ മധുരമായിട്ടുള്ള ഈ ശബ്ദം എനിക്ക് പണ്ട് പരിചയമുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ ഞാനത് ഇങ്ങനെ ഓർത്തെടുക്കുകയാണെന്നാണ് ദിവാകരൻ നളിനിയോട് പറയുന്നത്. അതുപോലെ തന്നെ ഓർമ്മകളിൽ നീ എനിക്കിപ്പോൾ നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നുണ്ട്. സുപരിചിതമായിട്ടുള്ള നിന്റെ പേരും അതുപോലെ തന്നെ നിന്റെ മധുരമായിട്ടുള്ള ശബ്ദവും നിന്റെ രൂപവും അകലെയുള്ള നിന്റെ വീടും എല്ലാം തന്നെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുവെന്നാണ് ഇവിടെ ആര് പറയുന്നത്? ദിവാകരൻ നളിനിയോട് പറയുന്നത്. നളിനിയുടെ ഈ സ്നേഹവും കരച്ചിലും ഓരോ വാക്കുകളും കേട്ടപ്പോൾ ദിവാകരന് പയ്യെ പയ്യെ നളിനിയെ മനസ്സിലാവുകയാണ്. അവളുടെ സങ്കടം വന്നപ്പോൾ ചില ആശ്വാസ വാക്കുകൾ ദിവാകരൻ ഇവിടെ നളിനിയോട് പറയുന്നു. അതാണ് ഈ വരികളിൽ കാണാൻ കഴിയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ. അതായത് കണ്ടയുടനെ തന്നെ തിരിച്ചറിയാത്തതോർത്ത് നിനക്ക് ഇണ്ടൽ വേണ്ട, നിനക്ക് സങ്കടം വേണ്ട. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുക. പണ്ടു നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ. അതായത് പണ്ട് നീ ഒരു ഇളം കുരുന്നായിരുന്നു, പക്ഷേ ഇന്ന് നീ ഒരു വലിയൊരു ചെടിയായിട്ട് മാറിയിരിക്കുന്നു. അതാണ് പറയുന്നത്. ഒരു പ്രകൃതിയുമായി ഭാവങ്ങളുമായിട്ട് ഇണകലർത്തിയാണ് ഇവിടെ കുമാരനാശാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പണ്ട് ചെറിയൊരു കുട്ടി ചെടിയായിരുന്നു നീ, പക്ഷെ ഇന്ന് നീ ഒരു വല്ലിച്ചെടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പണ്ട് ശൈശവകാലത്തിലാണ് നിന്നെ ഞാൻ അവസാനമായിട്ട് കണ്ടത്, പക്ഷെ നീ ഇന്നൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാലം ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ ദിവാകരൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിൽ നിന്ന് അണുവുമേൽക്കിൽ അപ്രിയം നിന്ന് കേഴുമയി കണ്ടിടുന്നിതേ നിന്നിലെ പ്രണയ ചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടും നീ ഇതുപോലെ തന്നെയായിരുന്നു. എന്നിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു അപ്രിയമായിട്ടുള്ള കാര്യമുണ്ടായാൽ അന്നും നിന്റെ കണ്ണു നിറയുമായിരുന്നു. ഇന്നും നീ ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. അതായത് അതിനകത്ത് മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നളിനി ഇപ്പോഴും പഴയ പോലെയാണ്. അന്നത്തെ ആ കുട്ടിക്കാലത്തുള്ള അതേ സ്വഭാവവും ഇഷ്ടവും തന്നെയാണ് നളിനിക്കുള്ളത്. എന്നാൽ താൻ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചന കൂടി ദിവാകരൻ ഇവിടെ നൽകിയിരിക്കുകയാണ്. പണ്ട് ഞാനൊരു കുട്ടിയായിരുന്നു, ഇന്ന് ഞാനൊന്ന് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു യുവാവ് എന്നുള്ള രീതിയിലേക്കാൾ ഉപരിയായിട്ട് താൻ ഇന്നൊരു സന്യാസിയാണ്. തൻ്റെ ചിന്തകളെല്ലാം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചന. പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും സപതി മാറി കാര്യവും ആയ തത്വം അറിവിന്നു മാറുന്നു പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ. അപ്പൊ ചോദിക്കുകയാണ്, ഒരുപാട് സമയം കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് നാളുകൾ കഴിഞ്ഞിരിക്കുന്നു, കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്.
അതൊക്കെ പോട്ടെ, നമ്മുടെ പ്രായവും കാര്യങ്ങളും ഒക്കെ മാറിയിരിക്കുന്നു, നമ്മുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ രീതികൾ വ്യത്യസ്തമാണ്. ഞാൻ ഇന്നൊരു സന്യാസിയാണ്, എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണ് താല്പര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ദിവാകരൻ പറയുന്നത്. അതുകൂടാതെ ഒരു കാര്യം കൂടി ചോദിക്കുന്നു. ആ ചോദ്യം വല്ലാത്ത രീതിയിൽ നളിനിയുടെ ഹൃദയത്തിൽ കൊണ്ട ഒരു ചോദ്യമാണ്. എന്തിനു വേണ്ടിയാണ് നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? അവളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദിവാകരനെ ഒന്ന് കാണണമെന്ന് മാത്രമായിരുന്നു. അതിനുവേണ്ടിയാണ് അവൾ നാട് മുഴുവൻ ചുറ്റിയത്. ഒരുപാട് വർഷത്തെ പ്രയത്നത്തിനൊടുവിലാണ് അവൾക്ക് ദിവാകരനെ കാണാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ ഒരു ദിവാകരനാണ് ഇപ്പോൾ നളിനിയോട് ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. പരോപകാരം അർത്ഥമിതം ശരീരം എന്ന ആശയമാണ് ഇവിടെ ദിവാകരൻ വെളിപ്പെടുത്തുന്നത്. തൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് താൻ എന്താണ് ഇപ്പോൾ എന്നുള്ളതും അദ്ദേഹം പറയാതെ പറയുകയാണ്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ്. എവിടെയാണ് നിർത്തിയത്? നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ദിവാകരൻ നളിനിയോട് ചോദിക്കുന്നു. അതേ തുടർന്നുള്ള വരികൾ ഇങ്ങനെയാണ്. ഓതുകിന്നതവ വൃഥാശുഭേ ഹേതു കേൾക്കുവതൊരു അർത്ഥമേതിനോ നീ തുനിഞ്ഞു നിജ കർമ്മ നീതരായി ഏതു മാർഗമിയല ശരീരികൾ. അതായത് നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല, നിനക്ക് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല, നീ ഇവിടെ വന്ന കാര്യം എന്നോട് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനില്ല. എന്തോ കാര്യത്തിനായി നീ പുറപ്പെട്ടു. സ്വകർമ്മങ്ങളാൽ നയിക്കപ്പെടുന്ന ജീവികൾ ഏതു മാർഗവും സ്വീകരിക്കുമല്ലോ. അതായത് നമുക്ക് എല്ലാവർക്കും ഓരോ കർമ്മമുണ്ട്, ആ കർമ്മത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നീ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കൊരു പക്ഷെ നിന്നെ സഹായിക്കാൻ പോലും കഴിഞ്ഞെന്നിരിക്കില്ല എന്നാണ് ദിവാകരൻ നളിനിയോട് പറയുന്നത്. വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു അത്, അല്ലേ? കാരണം നളിനിയെ സംബന്ധിച്ച് അവൾ ആഗ്രഹിക്കുന്ന ഒറ്റ ഒരു കാര്യം മാത്രമാണ് ദിവാകരനെ കണ്ടുമുട്ടുക, അദ്ദേഹത്തിന്റെ കാലിൽ വന്ദിക്കുക, പഴയ കാര്യങ്ങളൊന്ന് പറയുക, തന്റെ ഇഷ്ടം വെളിപ്പെടുത്തുക. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് യഥാർത്ഥത്തിൽ ഒരു സന്യാസി പെരുമാറുന്ന രീതിയിൽ തന്നെയാണ് ദിവാകരൻ നളിനിയോട് ഇവിടെ പെരുമാറുന്നത്. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ അതിനെനിക്ക് കഴിയുമോ എന്നറിയില്ല. അങ്ങനെയുള്ള ചില വിചിത്രമായിട്ടുള്ള വാദഗതികളാണ് ഇവിടെ ദിവാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ കവിതയുടെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. പിന്നെയൊന്നും ഒരു ഉപകാരം ഏതിനോ എന്നെ ഓർത്തു സഖി ഏതതോതുക അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരികളിൽ ദിവാകരൻ നളിനിയോട് ചില കാര്യങ്ങൾ പറയുകയാണ്. എന്തോ ഉപകാരത്തിനായിട്ടാണ് നീ എന്നെ ഓർത്തത്, അത് നീ ധൈര്യമായിട്ട് പറയുക. അല്ലാതെ ഇത്രയും ദൂരം സഞ്ചരിച്ചുകൊണ്ട് നീ ഒരിക്കലും ഇവിടെ വരില്ല. നിനക്ക് എന്താണ് പറയാനുള്ളത് പറയുക, പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കാം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. അതായത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ സ്വന്തം ജീവിതം കൊടുക്കുന്നവരാണ് വിവേകികൾ എന്ന്. അതായത് പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്നുള്ള വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നത്. അന്യജീവനുതകി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നവരാണ് വിവേകികൾ. എൻ്റെ ജീവിതം അതിനു വേണ്ടിയാണ് ഞാൻ ഒഴിഞ്ഞു വച്ചിരിക്കുന്നത്. നീ ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് പറയുക, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ താൻ അത് ചെയ്യാമെന്ന് കൂടി പറയുന്നു. ഇവിടെ കുമാരനാശാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വരികളില് നമ്മളും നമ്മുടെ ജീവിതത്തെ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ ശ്രമിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ബാക്കിയുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനുമാണ് ശ്രമിക്കേണ്ടതെന്നാണ് ഈ വരികളിലൂടെ കുമാരനാശാൻ മലയാള രാശിയെ കൂടി ഓർമ്മിപ്പിക്കുന്നത്. വല്ലാത്തൊരു രീതിയിലുള്ള പുരുഷ സ്ത്രീ സ്നേഹത്തിന്റെ കഥയാണ് ഇവിടെ കുമാരനാശാൻ പങ്കുവയ്ക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ദിവാകരന്റെയും അതുപോലെ തന്നെ നളിനിയുടെയും ജീവിതം ഇവിടെ പങ്കുവയ്ക്കുന്നു. ഒരുപാട് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ള കഥകളും ഇതിലൂടെ തന്നെ അദ്ദേഹം അനാവരണം ചെയ്യുന്നുണ്ട്. നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണണം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതം എത്തരത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം, അതുപോലെ തന്നെ പരോപകാരം ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്ത്, അതിൻ്റെ മൂല്യമെന്ത്, ഇതെല്ലാം തന്നെ ഈ കവിതയിലൂടെ കുമാരനാശാൻ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നളിനിയും അതുപോലെ തന്നെ ദിവാകരനും ഒരു പ്രതീകമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നേർ വിപരീതമാണ്, മാംസനിബിഡ പ്രണയമാണ് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്നേഹത്തിന്റെ അർത്ഥതലങ്ങൾ, സ്നേഹത്തിന് പരിശുദ്ധിയുടെ മറ്റൊരു തലം കൂടിയുണ്ടെന്ന് ഇവിടെ കുമാരനാശാൻ നമ്മെ കാണിച്ചു തരുന്നു. നളിനി എന്ന് പറഞ്ഞ കഥാപാത്രം എല്ലാ രീതിയിലും തന്നെ സ്നേഹത്തിന്റെ അർത്ഥതലങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ്.
അപ്പൊ നമുക്കിനി ചോദ്യത്തിലേക്ക് കിടക്കാം. പല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അറിയാം, നിങ്ങൾക്ക് ഒരു കവിതയിലെ അതിന്റെ വരികൾ തന്നിട്ട് ആശയം വിശദമാക്കാൻ പറയാം, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വരാം, ശീർഷകത്തിന്റെ ഔചിത്യം എഴുതാനായിട്ട് പറയാം, പല രീതിയിൽ വരാം അല്ലേ. ഇവിടെ നമ്മൾ 2 ചോദ്യങ്ങൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ആ അവസാന കവിതയിലെ അവസാന ഭാഗമാണ്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. അതുപോലെ തന്നെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവനായി അപരന് സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ്. ആദ്യത്തേത് അറിയാം, കുമാരനാശാന്റെ. ഈ വരികൾ താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ തന്നിരിക്കുന്ന വരികളിലെ ജീവിത ദർശനം എന്താണെന്ന് പറയാനാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. അതിനകത്ത് നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുക. മുൻപ് നമ്മൾ പറഞ്ഞതാണ്, ആശയഗംഭീരൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന ശ്രീ കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു കവിതയാണ് പ്രിയദർശനം. ഒരുപാട് നാളുകൾക്ക് അലച്ചിലിനൊടുവിൽ നളിനി ദിവാകരനെ കണ്ടുമുട്ടുന്നു. നളിനിയോട് ദിവാകരൻ പറയുന്നതാണ് ഇതിനകത്തെ അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാന വാക്കുകൾ. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. അതായത് വിവേകികള് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്ന്. വലിയ അർത്ഥതലങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതേ ആശയം തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളിലും തെളിയുന്നത്. സ്വന്തം സുഖത്തിനു വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി സുഖം പകരണമെന്നുള്ള അർത്ഥമാണ് ഇതിനകത്ത് വരുന്നത്. അന്യരോടുള്ള സ്നേഹവും പരിഗണനയും ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ഉണ്ടാകേണ്ടത് എന്നുള്ള അർത്ഥമാണ് ശ്രീനാരായണ ഗുരുവിന്റെയും കുമാരനാശാന്റെയും വരികളിൽ തെളിഞ്ഞു കാണാനായിട്ട് കഴിയുന്നത്. വലിയൊരു പാഠം തന്നെയാണ് കുമാരനാശാൻ ഈ കവിതയിലൂടെ പറയുന്നത്. നമ്മൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കണം എന്നുള്ളൊരർത്ഥം. 6 അടി മണ്ണിന്റെ അവകാശികൾ മാത്രമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും, അതുപോലെ തന്നെ പരോപകാരമാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് തിരിച്ചറിയാനും, പാപമാണ് അല്ലെങ്കിൽ പരപീഡനം വല്ലാത്തൊരു പാപമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും കൂടി ഇതിലൂടെ കുമാരനാശാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, പ്രിയദർശനം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വിശദമാക്കുക. അതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കുറിക്കുക. അതിനകത്ത് അറിയാം നമുക്ക്, ഈസിയാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. കവിത ഭംഗിയായിട്ട് വായിച്ചവർക്ക് പഠിച്ചവർക്ക് കൃത്യമായിട്ട് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് പ്രിയദർശനം അല്ലെ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പ്രിയദർശനത്തിൽ ഇവിടെ നളിനി ദിവാകരനെ കണ്ടുമുട്ടുന്നത്. നളിനിയെ സംബന്ധിച്ച് ഏറെ പ്രിയപ്പെട്ടവരാണ് ദിവാകരൻ. ഒരുപാട് നാളത്തെ അലച്ചിലിനൊടുവിലാണ് ദിവാകരനെ കാണാനായിട്ട് നളിനിക്ക് കഴിയുന്നത്. അവളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ദിവാകരനെ കാണുക എന്നുള്ളതായിരുന്നു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവനെ ദർശിക്കുന്നു, കാണാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കവിതയ്ക്ക് പ്രിയദർശനം എന്നുള്ള ശീർഷകം ചാർത്തി കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് നാൾക്ക് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ആളെ കാണുമ്പോഴുള്ള ഒരു ഭാവം, വികാരം എല്ലാം തന്നെ നളിനിയിലൂടെ കൃത്യമായിട്ട് തന്നെ കുമാരനാശാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പാഠഭാഗങ്ങള് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ചോദ്യങ്ങൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയും, എക്സാം പോയിന്റിന്റെ ഗൈഡിൽ കാണാനായിട്ട് കഴിയും. അതിൽ നല്ല രീതിയിൽ ചോദ്യങ്ങളും കുമാരനാശാനെ പറ്റിയും അതുപോലെ തന്നെ ആശയ വിശദീകരണവും എല്ലാം തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാവുന്നതാണ്. പാഠഭാഗം ഭംഗിയായി മനസ്സിലായെന്ന് ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു. അപ്പോൾ ഭംഗിയായിട്ട് പഠിച്ചു വരിക. 10ാം ക്ലാസ് ആണ്, അതിൻ്റെ ഒരു സീരിയസ്നെസ് വേണം. കവിതയൊക്കെ പല ആവർത്തി വായിക്കുക, എഴുതി പഠിക്കുക, അക്ഷരതെറ്റുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നല്ലൊരു വർഷം തന്നെ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ തുടർന്നുള്ള നാളുകൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു ആശംസ കൂടി നൽകുകയാണ്. അപ്പോൾ താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. ബൈ.